ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഒരു മിനി സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. എന്താണ് ഈ മിനി സിവിൽ സർവീസ് എക്സാം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിന്റെ ഒക്കെ റാങ്ക് ഒക്കെ വന്നിട്ടുണ്ട്. മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സിവിൽ സർവീസ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ UPSC കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് കുറേ ആളുകൾക്ക് അറിയാം. കാരണം ഒരു IAS ഓഫീസർ ആവുക, അല്ലെങ്കിൽ ഒരു IPS ഓഫീസർ ആവുക, അല്ലെങ്കിൽ ഒരു IFS ഓഫീസർ ആവുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ പലരുടെയും ആഗ്രഹമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനൊരു മിനി സിവിൽ സർവീസ് എക്സാം നേടിയെടുക്കുന്നതിനെ പറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്താണെന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. SSC CGL 2026 എക്സാമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ സിവിൽ സർവീസിനോട് ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു മിനി സിവിൽ സർവീസ് എക്സാം എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു പരീക്ഷ തന്നെയാണ് SSC CGL എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഞാൻ ആദ്യമേ ഇതിനകത്തെ പോസ്റ്റുകൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, സാർ എന്തൊക്കെയാണ് ഇതിനകത്തെ പോസ്റ്റുകൾ? നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മസ്റ്റായിട്ട് അവസാനം വരെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണ് ഒരു CGL എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ തയ്യാറെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റുകളാണ് അതിനകത്ത് വരുന്നതെന്നുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് ഇതിനകത്തെ പോസ്റ്റുകൾ. ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. വളരെ കൃത്യമായിട്ട് ഒരു 13 പോസ്റ്റുകളുണ്ട് നമ്മുടെ SSC CGL എക്സാം. അതായത് അസിസ്റ്റൻസ് ഇൻ മിനിസ്റ്റീരിയൽ പോസ്റ്റുകളിലേക്ക്, അതുപോലെ ഇൻസ്പെക്ടേഴ്സ് ഓഫ് സെൻട്രൽ എക്സൈസ്, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, ഇൻസ്പെക്ടേഴ്സ് ഓഫ് കസ്റ്റംസ്, അതുപോലെ എക്സാമിനേഴ്സ് ഓഫ് കസ്റ്റംസ്, സബ് ഇൻസ്പെക്ടർ ഇൻ CBI, ഓക്കെ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു സബ് ഇൻസ്പെക്ടർ ആവാം. അതുപോലെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ഡിവിഷണൽ അക്കൗണ്ടന്റ്, ജൂനിയർ സീനിയർ അക്കൗണ്ടൻസ്, ടാക്സ് അസിസ്റ്റന്റ്, കമ്പൈലർ ഇൻ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, അതുപോലെ റിസർച്ച് അസിസ്റ്റന്റ്, അതുപോലെ പോസ്റ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് പോലെയുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളിൽ വരുന്ന, നിങ്ങൾക്കറിയാം UPSC കണ്ടക്ട് ചെയ്യുന്നത് പലപ്പോഴും ഗ്രൂപ്പ് A പോസ്റ്റുകളാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏതെന്ന് പറയുന്നത് നമ്മുടെ IPS, അതുപോലെ IAS, IFS പോലെയുള്ള ഗ്രൂപ്പ് A പോസ്റ്റുകൾ. ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോലെയുള്ള പോസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ ബോഡി എന്ന് പറയുന്നത് SSC അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിയത്തില്ല. അപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് പോസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യണം? കുറേ ആളുകൾ നാച്ചുറലി സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് കുറച്ച് ആളുകൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഒരുപാട് നമ്മുടെ വർക്ക് ചെയ്യുന്ന പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും പെർസെൻറ്റേജ് ഒന്നും നമ്മുടെ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. വളരെ നല്ല പോസ്റ്റുകൾ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകൾ വരുന്ന മിനി സിവിൽ സർവീസ് എക്സാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന പരീക്ഷയാണ് ആര് കണ്ടക്ട് ചെയ്യുന്ന, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്ന ഏതെന്ന് പറയുന്നത് SSC CGL. ഇനി അതിന്റെ പരീക്ഷ വരാനായിട്ട് പോവാ. മക്കളെ, ഈ ഒരു സമയം ഒരു കാരണവശാലും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ഇത് ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരോ PG കഴിഞ്ഞവരോ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ, കഴിഞ്ഞ വർഷം കഴിഞ്ഞവരോ ഒക്കെ ആണെങ്കിൽ, ഒരു നിമിഷം പോലും സമയം നിങ്ങൾ പാഴാക്കരുത്. എനർജറ്റിക് ആയിട്ട് പഠിക്കണം. ഞാൻ പറയുന്നു, ഇതൊരു നിസ്സാരമായി കാണേണ്ട പരീക്ഷയല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ ഇതിനെ ഒരു മിനി സിവിൽ സർവീസ് എക്സാം എന്ന് വിളിക്കാനുള്ള കാരണം. ഇപ്പൊ SSC CGL എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന ആളുകൾ അവരുടെ പ്രിപ്പറേഷൻ ലെവൽ എന്ന് പറയുന്നത് ഒരു സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ നല്ല കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് വേണം നിങ്ങൾ CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ദിശ അക്കാഡമി പോലെയുള്ള, ഇപ്പം നമ്മുടെ അക്കാഡമിക്ക് കേരളത്തിൽ 5 പ്ലേസുകളുണ്ട്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ, അല്ലെങ്കിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ പഠിക്കുന്ന ദിശ ലേണിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് CGL എക്സാമുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ പല ആളുകളും ചോദിക്കുന്നതാണ്, സാർ ഇതിന്റെ ഏജ് ലിമിറ്റ് എത്ര? ഞാൻ പറഞ്ഞു, ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഡിഗ്രിയാണ്. ഏത് ഡിഗ്രി ഉള്ളവർക്കും, നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ BTech ആവാം. ഏത് ഡിഗ്രി ഉള്ളവർക്കും എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അപ്ലൈ ചെയ്യാം. PG ഉള്ളവർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിഗ്രി മതി. ഇപ്പോൾ BA എടുത്തവർ കാണും, BA ഇംഗ്ലീഷ് എടുത്തവർ കാണും, അല്ലെങ്കിൽ BC എടുത്തവർ കാണും. അപ്പോൾ എനി ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഏതിന് അപ്ലൈ ചെയ്യാം? ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. ഇനി ഏജ് ലിമിറ്റോ നോക്കൂ, പല പോസ്റ്റുകളുടെ
ഏജ് ലിമിറ്റ് ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പല പല പോസ്റ്റുകളും എഴുതിയിട്ടുണ്ട്, അവയുടെ ഏജ് ലിമിറ്റും എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു ആവറേജ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. 30 വയസ്സ്. നമുക്കൊരു 20 വയസ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ 20 to 30 ആണ് നമുക്ക് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം. ഞാൻ പറയുന്നു മക്കളെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും ഐഡിയൽ ടൈം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നുണ്ടെങ്കിൽ 30 വയസ്സിനകത്ത് തന്നെ ജോലി കിട്ടണം അല്ലേ? ഇപ്പൊ നമ്മുടെ പബ്ലിക് സർവീസ് എക്സാമിനേഷന്റെ ഏജ് ലിമിറ്റ് 40 ആക്കി. മക്കളെ എന്താണ് അതുകൊണ്ടുള്ള കുറെ പ്രായമായ ആളുകൾ കൂടെ എഴുതാമെന്നുണ്ടെങ്കിലും യങ്ങറായിട്ടുള്ള ഏജിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി സ്കെയിലുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുന്ന ഒരു നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി സെർവ് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ജോബ് കിട്ടണമെങ്കിൽ അത് നല്ലൊരു ഏജിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മുടെ തന്നെ മലയാളിയായ ഒരു പെൺകുട്ടി 57ാമത്തെ റാങ്കോ 56ാമത്തെ റാങ്കോ മേടിച്ച ശ്രീജ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ പാഷനേറ്റഡ് ആയിട്ടാണ് ആ കുട്ടി സിവിൽ സർവീസ് എക്സാം IFS പോലെ ഒരു എക്സാം ക്ലിയർ ചെയ്യണമെന്ന വിഷനോട് കൂടി എന്ത് ചെയ്തത്, ആ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തു. ഒറ്റ വർഷമേ ആ വിദ്യാർത്ഥി എന്തിനു വേണ്ടി ട്രൈ ചെയ്തുള്ളൂ, നമ്മുടെ സിവിൽ സർവീസ് എക്സാം എഴുതിയെടുക്കാനായിട്ട് ട്രൈ ചെയ്തുള്ളൂ. അത്ര വിഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ രീതി കറക്റ്റ് ആണെങ്കിൽ, നിങ്ങളുടെ വർക്കിംഗ് രീതി, വർക്കിംഗ് പാറ്റേൺ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ ദിശ അക്കാഡമി തന്നെ CGL എക്സാമുകൾ ആഗ്രഹിക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള CGL ബാച്ചുകൾ തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഡിഗ്രി കഴിയുന്ന വിദ്യാർത്ഥികൾ ഓർത്തു വെച്ചോളൂ, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉണ്ട്, നിങ്ങളുടെ ഏജ് ലിമിറ്റ് 18 to 30 ആണ്. നിങ്ങൾ ഒരു മിനി സിവിൽ സർവീസ് പോലെയുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസിഷൻ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഒരു വർഷം ഇതിനു വേണ്ടി മാറ്റിവെച്ച് പഠിക്കാൻ തയ്യാറാണോ? ഇനി നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് ഇത് പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് താഴെയും ഒരുപാട് പരീക്ഷകളുണ്ട്. SSC MTS എക്സാംസ് ഉണ്ട്, SSC CHSL പരീക്ഷകളുണ്ട്, റെയിൽവേയുടെ പരീക്ഷകളുണ്ട്. CGL എന്ന് പറയുന്നത് ഒരു 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 ഹൈറ്റാണ്. ആ ഹൈറ്റിന് താഴെ വരുന്ന കുറെ പരീക്ഷകൾ വീണ്ടും നിങ്ങൾക്ക് എഴുതാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ട്രൈ ഒരിക്കലും വേസ്റ്റ് ആവാത്ത ഒരു പ്രിപ്പറേഷൻ ആണ് എന്തെന്ന് വേണമെങ്കിൽ പറയാം, SSC CGL എക്സാം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക മക്കളെ. ഏജ് ലിമിറ്റിനകത്ത് ഞാൻ പറഞ്ഞു 30 ആണെങ്കിലും OBCക്ക് 3 ഇയർ റിലാക്സേഷൻ ഉണ്ട്, SC ST ആളുകൾക്ക് 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്, അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് 10 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട്. ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സ് സർവീസ് ആളുകൾക്ക് അവരുടെ റിട്ടയർമെന്റിന് ശേഷം 3 ഇയർ, ഇങ്ങനെ കുറെ റിസർവേഷൻ കാറ്റഗറി ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. നിങ്ങൾ ഈ കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിലാക്സേഷൻ കൂടി ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം, ഇതിന് എന്താണ് സാർ പഠിക്കേണ്ടത്? ഇപ്പൊ ആദ്യമായി ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ മനസ്സിലാക്കി വെച്ചോളൂ മക്കളെ, നിങ്ങൾ പഠിക്കേണ്ടത് മാത്സ് പഠിക്കണം, റീസണിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കണം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കണം, ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK പഠിക്കണം. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ഏരിയയിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും വരുന്നത്. അപ്പോൾ ആ 25 ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വീതം വരുമ്പോൾ 50 മാർക്കായിരിക്കും വരുന്നത്. അപ്പം മൊത്തം 100 ചോദ്യങ്ങളും 200 മാർക്കുമായിരിക്കും നമ്മുടെ ഈ എക്സാം എന്ന് പറയുന്നത്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യം, 1 മണിക്കൂർ വരുന്ന ഒരു പരീക്ഷയാണിത്. അപ്പൊ ഇതിന് വ്യക്തമായ ഒരു തയ്യാറെടുപ്പോട് കൂടി പ്രിപ്പയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കത്തില്ല. വ്യക്തമായ തയ്യാറെടുപ്പോട് കൂടിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ടൈമിൽ ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ Tier 1 ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഈ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. UPSC എക്സാമുകളുടെ വളരെ നിർണായകമായ സാധനമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. SSC എക്സാമുകൾ, റെയിൽവേ എക്സാമുകളൊക്കെ എടുത്ത ഇന്റർവ്യൂ ഇല്ല എന്ന് പറയുന്നത്, ഇന്റർവ്യൂവിനൊക്കെ അല്പം പേടിയുള്ള ആളുകൾക്ക് ഒട്ടും ശങ്കയില്ലാതെ വന്ന് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങാം. കാരണം ഇതിനെന്തില്ല, ഇന്റർവ്യൂ ഇല്ല. 2 ടിയർ പരീക്ഷകളാണ്. Tier 1 എക്സാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്യുവർലി എ നോൺ ടെക്നിക്കൽ എക്സാം. ഇതിനകത്ത് എന്തുണ്ട്, മാത്സ് പഠിക്കണം, അതൊരു സിലബസ് കൃത്യമായിട്ടുണ്ട്. റീസണിങ്, ലോജിക്കൽ റീസണിങ്, നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് മനസ്സിലാക്കുന്ന സബ്ജക്ട് ലോജിക്കൽ റീസണിങ് 25% അതാണ് വരുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് മനസ്സിലാക്കുന്ന 25% ഇംഗ്ലീഷ് ആണ് വരുന്നത്, 25% GK വരുന്നത്. അത് വ്യക്തമായ തയ്യാറെടുപ്പോട് കൂടി പഠിക്കാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് Tier 1 ക്വാളിഫൈ ചെയ്യാം. അങ്ങനെ Tier 1 ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പിന്നീട് എന്താണുള്ളത്, Tier 2 എക്സാം ആണ് വരുന്നത്. Tier 2 എക്സാം 2.5 മണിക്കൂർ നിൽക്കുന്ന ഒരു പരീക്ഷയാണ്. അതുപോലെ പേപ്പർ 2 എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് വരുന്നത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി ഞാനത് കാണിച്ചു തരാം. ഇതാണ് CGL എക്സാമിന്റെ Tier 1 കഴിഞ്ഞിട്ട് Tier 2 വരുന്ന പേപ്പർ 1. ഇതിൽ പേപ്പർ 1 മാത്രമേ നോർമൽ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും വരത്തുള്ളൂ. ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അപ്ലൈ ചെയ്യാത്ത നോർമൽ മീൻസ് കാറ്റഗറി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്തേ വരത്തുള്ളൂ, ഈ പേപ്പർ 1 മാത്രമേ വരത്തുള്ളൂ. അതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്,
3 സെക്ഷൻസ് ആണ് വരുന്നത്. 2.5 മണിക്കൂർ പരീക്ഷയിൽ 3 സെക്ഷൻസ്. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സും റീസണിങ്ങും, നേരത്തെ പഠിച്ച tier 1 പഠിച്ച സെയിം മാത്സും റീസണിങ്ങും ഒന്നുകൂടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെക്ഷൻ 2 വരുന്നത് ഇംഗ്ലീഷും ജിക്കും. അവിടെയും യാതൊരു വ്യത്യാസങ്ങളുമില്ല. അപ്പം tier 1 പഠിച്ച അതേ സബ്ജക്ട്സ് തന്നെയാണ് tier 2 വരുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി ഉറപ്പിച്ച് പഠിക്കണം, നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സെക്ഷൻ 3 എത്തുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നോളജ് ചെക്ക് ചെയ്യുന്ന ഒരു ക്വാളിഫയിങ് എക്സാം ഉണ്ട്. കമ്പ്യൂട്ടർ വളരെ പ്രാധാന്യമുള്ളതാണ്, അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങളുടെ ടൈപ്പിംഗ് എഫിഷ്യൻസി വളരെ, ഇപ്പോൾ CHS പോലെ വലിയ ടൈപ്പിംഗ് എഫിഷ്യൻസി അല്ല, അത്യാവശ്യം ടൈപ്പിംഗ് എഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെക്ഷൻ 3 ക്വാളിഫൈഡ് ആവും. അങ്ങനെ സെക്ഷൻ 1 എന്ന് പറയുന്നത്, സെക്ഷൻ 2 എന്നും പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പേപ്പർ 1 പക്ഷെ വൃത്തിയായി തയ്യാറെടുക്കണം. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ വളരെ സീരിയസ്ലി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, CGL 2026 എന്ന് പറയുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും ഇതെനിക്ക് നേടിയെടുക്കണമെന്ന വിശ്വാസത്തോടു കൂടി വളരെ സിസ്റ്റമാറ്റിക്കായി സ്ട്രക്ചേർഡായി കൃത്യം ഗൈഡ് ലൈനോട് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നേടിയെടുക്കാം. മക്കളെ, സിവിൽ സർവീസ് നേടിയെടുത്ത വിദ്യാർത്ഥികളോട് ചോദിക്കുമ്പോൾ അവർ ഒരു ദിവസം 5 മുതൽ 6 മണിക്കൂർ വരെയൊക്കെ പഠിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്ന ഒരു SSC എക്സാമിന് നമ്മൾ ചുമ്മാ പോയി ജോയിൻ ചെയ്താൽ പോരാ. ചിട്ടയായിട്ട് ഒരു മിനി സിവിൽ സർവീസ് എക്സാം, ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് അത് തന്നെയാണ്, ഇതൊരു മിനി സിവിൽ സർവീസ് എക്സാം ആണ് എന്ന ബുദ്ധിയോടുകൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ എപ്പോഴും വളരെ ചിട്ടയായി വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്താണ് കൊണ്ടുവരുന്നത്. പറഞ്ഞ് മനസ്സിലായോ? നമ്മൾ എപ്പോഴും ട്രെയിൻ ചെയ്താണ് വിദ്യാർത്ഥികളെ ഈ റിസൾട്ടുകളിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോ വർഷവും നമ്മൾ CGLന്റെ റിസൾട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? അതിന്റെ ഗൈഡ് ലൈൻ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. പേപ്പർ 2 എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ സെലക്ട് ചെയ്തിട്ടുള്ള ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറായിട്ട് വരുന്ന ആളുകൾക്കാണ്. അത് 100 ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് വരാറുണ്ട്. അതിന് 200 മാർക്കാണ് വരുന്നത്. 2 മണിക്കൂർ വരുന്ന എക്സാം സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ്. അപ്പൊ കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരേ കാര്യം തന്നെയാണ് tier 1 tier 2 വരുന്നത്. ഏജ് ലിമിറ്റ് എന്താണെന്ന് മനസ്സിലായി, ക്വാളിഫിക്കേഷൻ എന്ത് വേണമെന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളൊരു മിനി സിവിൽ സർവീസ് എക്സാം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വളരെ എന്താ പറയുക, നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. SSC CGL 2026 നിങ്ങളുടെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത് അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കൂടി ശ്രമിക്കുക. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു മോട്ടിവേഷനാണ്. മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ എക്സാമിനെ കുറിച്ചുള്ള ധാരണയില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാം, എന്നാണ് നോട്ടിഫിക്കേഷൻസ് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.